കല്യാണത്തിൽ നടക്കുന്ന ദൂർത്ത് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മളെ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത്. എന്തിന്? ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം, ഫാമിലി ഗ്രൂപ്പിൽ ഇടണം, അത്ര തന്നെ ഉദ്ദേശിക്കുന്നു. ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ നടക്കുന്നത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താ? ഒരാൾക്ക് റസൂലുള്ളാഹിയുടെ ഹുബ്ബ് കൂടുമ്പോ അയാളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു, ദുനിയാവിനോടുള്ള ഹുബ്ബ് കുറയും. ഗസയിലെ മക്കളും റഫയിലെ മക്കളും വെസ്റ്റ് ബാങ്കിലെ മക്കളും ഇങ്ങനെ കാലും കയ്യും ഇല്ലാതെ, നിങ്ങൾ അവിടെ നിന്ന് പോകണ്ട, ഈജിപ്തിലൊന്ന് സിയാറത്തിന് പോയൊക്കെ, ഇറാഖിലൊന്ന് സിയാറത്തിന് പോയൊക്കെ, ഓരോ മക്കബറയിലും പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുന്ന 200-300 പിള്ളേരെ കാണാം. പോണ്ട, അവിടെ ഒന്നും പോണ്ട, വിജയം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഉത്തരേന്ത്യയിലൊന്ന് പോക്ക് 1000-10,000 ഇല്ല, കോടിക്കണക്കിന് മനുഷ്യ കുട്ടികളുണ്ട് അവിടെ. പാവങ്ങള് ഒരു നേരത്തെ തിന്നാനില്ല, ഭക്ഷണം കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ. 15 ലക്ഷം അറക്ക് കല്യാണത്തിന്. എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളതുകൊണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അടിച്ചുപൊളിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് റീൽസ് ഇങ്ങനെ വിടുക. എന്താ ഇതിന് പറയാ കുട്ടികളെ? എന്നിട്ട് നമ്മുടെ ഹദീസ് സുബീക്ക് ക്ലാസ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കെട്ടിടം പോലെയാണ്, മനുഷ്യന്റെ ശരീരം പോലെയാണ്. ഇതസ്തഖ, ഒരു വിരൽ മുറിവ് വന്നാൽ ശരീരത്തിന് പനി വരും. വെസ്റ്റ് ബാങ്കിലെ മുഅ്മിനും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്?